വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മമ്മൂട്ടിയെ കുറിച്ചായാലോ? മമ്മൂട്ടിയെക്കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തുടങ്ങിയില്ലേ? എനിക്കും സന്തോഷം തന്നെയാണ്. എല്ലാവരെ കുറിച്ച് പറയുമ്പോഴും എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ മമ്മൂട്ടിയെക്കുറിച്ച് പറയാൻ പോകുന്നത് നമുക്കൊക്കെ വിഷമമുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. എന്നാലും ഇത്തരത്തിലുള്ള നിർമ്മാതാക്കൾ ഇവിടെ ഉണ്ടോ എന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകും. എന്താ കാരണമെന്നോ? കാരണം വേറെ ഒന്നല്ല, മമ്മൂട്ടി നായകനായി വന്നതിന് ശേഷം ഒരു നിർമ്മാതാവിനും നഷ്ടമുണ്ടായിട്ടില്ല. മമ്മൂട്ടി നല്ല റോളുകളെ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ആർക്കായാലും അടി പതറും. അത് ആ നടൻ്റെ മാത്രം കുറ്റം കൊണ്ടല്ല, അതൊരു സിനിമയുടെ ശാപം തന്നെയാണ്. ഒരു കൂട്ടായ്മയാണ് സിനിമയെങ്കിൽ ആ കൂട്ടായ്മ പരാജയത്തിലും എല്ലാവരും ഡിവൈഡ് ചെയ്തെടുക്കേണ്ടതല്ലേ? ആ ഒരു ചോദ്യം നമുക്ക് വേണം, നിങ്ങൾക്കും വേണം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ മമ്മൂട്ടിയുടെ കാര്യം പറയാൻ പോകുന്നതിന് മുമ്പ് ഇത് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് മമ്മൂട്ടിയുടെ ഒരു ഫാൻ തന്നെയാണ്. അയാൾ ചോദിച്ചെങ്ങനെയാണ്, നിങ്ങൾ ഈയിടെയായിട്ട് മമ്മൂട്ടിയെക്കുറിച്ച് എന്താ ആക്രമിക്കുന്ന പോലൊരു ഫീലിംഗ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും സുഹൃത്തെ? ഞാൻ ആരെയും വൈരാഗ്യത്തോടെ ഒന്നും പറയാറില്ല. നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം മമ്മൂട്ടിയെ ഒന്ന് രണ്ട് നിർമ്മാതാക്കൾ വേണ്ടെന്ന് വെച്ചു എന്ന് കേട്ട വാർത്തയാണ്. ശരിയാണ്, മമ്മൂട്ടിയുടെ ഡേറ്റ് പലവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിറയെ പടങ്ങളുണ്ട്. ഇനി പടങ്ങളില്ലെങ്കിലും മമ്മൂട്ടിയുടെ മോഹൻ്റെ പേര് 2 ബാനറുകളുണ്ട്. അവർക്ക് സ്വന്തമായി അവർ സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് നല്ല വൻ വിജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം ഇപ്പോഴത്തെ പ്രശ്നമൊന്നുമല്ല, നിങ്ങൾ പറയണം ഇപ്പം കേട്ടതൊന്നുമല്ല. മമ്മൂട്ടിയുടെക്ക് വേണ്ടി നല്ലൊരു കഥയുണ്ടാക്കി, നല്ല സംവിധായകനാണ്, ഹിറ്റ് ഡയറക്ടറാണ്. ആ കഥയുണ്ടാക്കി. ഈ കഥ അപ്പോൾ ചോദിക്കുക, ആരാണ് ഹിറ്റ് ഡയറക്ടർ, ഹിറ്റ് റൈറ്റർ എന്നുള്ളത്? ഹിറ്റ് ഡയറക്ടർ ജോഷി, ഹിറ്റ് റൈറ്റർ ഡെന്നി ജോസഫ്. ഈ 2 പേര് കൂടി മമ്മൂട്ടിക്ക് വേണ്ടി ഒരു പുതിയ സിനിമ പ്ലാൻ ചെയ്യുകയാണ്. ആ പുതിയ സിനിമ പ്ലാൻ ചെയ്ത് അവർക്ക് അടുപ്പമുള്ള കുറേ പ്രൊഡ്യൂസേഴ്സിന് പറഞ്ഞത് ആ മമ്മൂട്ടിക്ക് വേണ്ടിയുള്ള കഥയാണ്. കഥ പറഞ്ഞു, കഥയൊക്കെ അവർക്ക് ഇഷ്ടമായി. പക്ഷേ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതിൽ മമ്മൂട്ടിയാണ് നിങ്ങൾ നായകൻ എന്ന് പറയുന്നു, ഈ സിനിമയിൽ നായകനില്ലല്ലോ, ഈ സിനിമയിൽ വില്ലനില്ലല്ലോ, മാത്രമല്ല മമ്മൂട്ടിയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിലെ തടലില്ലേ, എന്തിനു ഞാനെടുക്കണം? ഇങ്ങനെയാണ് ചില നിർമ്മാതാക്കൾ ചോദിച്ചത്. അത് സത്യത്തിൽ ഇപ്പം ഡെന്നീസ് നമ്മളോടൊപ്പമില്ലെങ്കിലും അയാൾ ജെന്റിൽമാനാണ്, മാന്യനാണ്. ഡെന്നീസ് പറഞ്ഞു, ഈ സിനിമ തന്നെ മമ്മൂട്ടിയെ കൊണ്ട് അഭിനയിപ്പിച്ച് ഇത് ഹിറ്റാക്കാമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങളുടെ കഷ്ടം, നഷ്ടം എന്നേ പറയാനുള്ളൂ. അങ്ങനെ പലരെയും സമീപിച്ചെങ്കിലും ഇത് മമ്മൂട്ടി അറിഞ്ഞു. മമ്മൂട്ടി പറഞ്ഞു, ഡെന്നീസേ അത് വിട്ടേക്ക്, നിങ്ങൾ എന്നെ വിട്ടേക്ക്, നിങ്ങൾ നിങ്ങളുടെ പടം ചെയ്യും, ഇതൊക്കെ സിനിമയാണ്. അതല്ല, ജോഷിക്കും ഒരു വാശിയായി. ഈ 2 പേര് ചേർന്ന് അവസാനം ഇങ്ങനൊരു സംഭവം ജൂബിലി ജോയിയോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജോയി പറഞ്ഞു, എന്നാൽ പിന്നെ അത് എന്നോട് പറയാറുന്നില്ലേ, നിങ്ങൾ ആ പടം എടുത്തോ, അപ്പോൾ കഥ കേൾക്കണ്ട. ജൂബിലി ജോയി പറഞ്ഞു, കഥ കേൾക്കണ്ട, എടുത്തോ. പക്ഷെ ജൂബിലി ജോയിയുടെ പ്രത്യേകത എന്താ പറയുക? ആ ജൂബിലി ജോയി സിനിമയിൽ കഷ്ടപ്പെട്ടു വന്ന ഒരാളാണ്. ആദ്യമായി സ്വന്തമായി ഒരു സിനിമ നിർമ്മിച്ചു. ആരാത്രി എന്ന സിനിമ നിർമ്മിച്ചപ്പോൾ അതിൽ നായകൻ മമ്മൂട്ടിയായിരുന്നു. ആ സിനിമ ഹിറ്റായി. അപ്പം മമ്മൂട്ടി വെച്ച് പല സിനിമകളും ചെയ്ത് പണമുണ്ടാക്കിയൊരു നിർമ്മാതാവാണ് ജോയ് തോമസ്. പക്ഷേ നല്ല നിർമ്മാതാവ്. അങ്ങനെയുള്ള നിർമ്മാതാവോട് ഇനി കഥ പോലും കേൾക്കണ്ട, തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായൊരു സിനിമയാണ് ന്യൂഡൽഹി. ഈ ന്യൂഡൽഹിയുടെ കഥയാണ് പലരോടും ഡെന്നിസ് ജോസഫ് പറഞ്ഞത്. അവരാണ് ചോദിച്ചത്, ഇതിൽ നായകനുണ്ടോ? ന്യൂഡൽഹി നായകനാരാ? മമ്മൂട്ടിയാണോ? അല്ല. ന്യൂഡൽഹിയിലെ വില്ലനാരാ? മമ്മൂട്ടിയാണോ? അല്ല. മമ്മൂട്ടിക്കുണ്ടായ ചില ആക്രമണങ്ങൾക്ക് പ്രതികാരം ചെയ്ത് പലരെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കുന്നു എന്ന് ആദരിച്ചിരിക്കുന്നതല്ലേ. അങ്ങനെയുള്ള ആ മമ്മൂട്ടിയെ വെച്ചുകൊണ്ടാണ് ഈ സിനിമ ഒരു ബമ്പർ ഹിറ്റാക്കിയത്. വേറെ രസം കൂടിയുണ്ട്. ഈ സിനിമ അവർക്കൊരു പ്രസ്റ്റീജ് ആയിരുന്നു. കാരണം മുൻകാലത്ത് പല പറഞ്ഞ നിർമ്മാതാക്കളെയും പിന്നിലാക്കണം, ഇതൊരു വെല്ലുവിളിയാക്കി എടുക്കണം, ഈ സിനിമ മമ്മൂട്ടി തന്നെ വെച്ച് ഹിറ്റാക്കണം എന്ന് പറയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരു 10 ക്ലൈമാക്സ് ഉണ്ടാക്കി വെച്ചു ഡെന്നിസ് ജോസഫ്. ഇത് 10 ക്ലൈമാക്സ് ഉണ്ടാക്കിയിട്ട്, ക്ലൈമാക്സ് ആണല്ലോ സിനിമയുടെ ഹൈലൈറ്റ്. 10 ഉണ്ടാക്കി, ഒരെണ്ണം ജോഷിക്ക് ഇഷ്ടപ്പെട്ടാൽ ഡെന്നീസിന് ഇഷ്ടപ്പെടില്ല, ഡെന്നീസിന് ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ 10 ക്ലൈമാക്സും ആർക്കും ഇഷ്ടമായില്ല. ക്ലൈമാക്സ് ഒക്കെ നമുക്ക് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞ് ഡൽഹിയിൽ വെച്ച് തന്നെ യാദൃശ്യ ക്ലൈമാക്സ് എടുത്തുകൊണ്ട് ഈ പടം ബമ്പർ ഹിറ്റായി. ബഹുഭാഷയിലേക്കും പോയി. ബമ്പർ ഹിറ്റായപ്പോഴാണ് ഡെന്നീസ് തന്നെ വിളിച്ച് താൻ സമീപിച്ച നിർമ്മാതാക്കളോട് പറഞ്ഞു, കണ്ടോ
ഈ കഥ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണത്. ഈ കഥ വെച്ചാണ് നിങ്ങൾ മമ്മൂട്ടിയെ ഇൻസൾട്ട് ചെയ്ത് ആ മമ്മൂട്ടിയാണ് ഈ പടം ഹിറ്റാക്കിയത്. അഭിനയിക്കാൻ അറിയാവുന്നവനെ നമ്മൾ കുറ്റപ്പെടുത്തരുത്. കാരണം ഇതൊരു പാഠം മാത്രമാണ്.